എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുക. ഇൻവിറ്റേഷൻ ടു ദ ട്രിനിറ്റി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഇങ്ങനെ സ്നേഹത്തിലായിരിക്കുന്നത് പോലെ ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളും വന്ന് ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നാണ് ഈശോ പറയുന്നത്. നിസ്സാര ഇൻവിറ്റേഷൻ ആണോ കിട്ടിയിരിക്കുന്നത്? കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ആ സ്നേഹത്തിൽ പങ്കുപറ്റാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ആ സ്നേഹത്തിൽ ഉൾപ്പെടാൻ, ആ സ്നേഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെ കഴിയും? അതിന്റെ ഉത്തരമുണ്ട്. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ. ഞാൻ എങ്ങനെയാ പിതാവിന്റെ സ്നേഹത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നത്? അവിടുത്തെ ഹിതം നിറവേറ്റി, അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്. അതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. വി ആർ ഇൻവൈറ്റഡ് ടു ദ ട്രിനിറ്റേറിയൻ ലവ്. ത്രിത്വൈക സ്നേഹക്കൂട്ടായ്മയിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അതെപ്പോഴും ധ്യാനിക്കണം. അങ്ങനെ കർത്താവിന്റെ സ്നേഹക്കൂട്ടായ്മയിലായിരിക്കുമ്പോൾ